ഈ ഫോട്ടോയ്ക്കകത്തും ഈ കമൻറ്റും കണ്ടില്ലേ, ഇവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ജയറാമേട്ടൻ്റെ മോളുടെ ഒരു ഫോട്ടോയും പിന്നെ ജയറാമേട്ടൻ്റെ ഫോട്ടോയും ഇതെല്ലാം വെച്ചിട്ടാണ് ഇവൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവൻ വീഡിയോ ചെയ്യുമ്പം ഇവൻ ഏറ്റവും നല്ലവനാന്നുള്ള രീതിയിലാണ് വീഡിയോയ്ക്കകത്ത് അല്ല കണ്ടൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവൻ ആ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നതാണ് കാണണം. ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് വെറും വൃത്തിയായിട്ട രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഇവൻ്റെ സകല വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ക്യാപ്ഷൻ ഇട്ടിരിക്കുന്ന മഹാവൃത്തിയുടെ രീതിയിരിക്കുന്നത്. പെണ്ണുങ്ങളെയാണ് ഇവൻ കൂടുതലും ഇത് ടാർഗറ്റ് ചെയ്തിട്ട് എവിടെ എന്ത് നടക്കുന്നു, ഇവൻ്റെ സ്വന്തം വീട്ടിലെ കാര്യം നടന്നാലും മറ്റുള്ളവരറിയത്തില്ല. പക്ഷേ ഇവൻ നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ വേണ്ടി ഇവൻ ചെയ്യുന്ന പരിപാടിയാണിത്. നിങ്ങൾ തന്നെ ഇവൻ്റെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവൻ്റെ കമൻ്റ് ഇട്ട് സകല ആൾക്കാർ ചോദിക്കും, നീ എന്താണ് ഈ കാണിക്കുന്നത്, ക്യാപ്ഷൻ ഇട്ടാണ് നിൻ്റെ തോന്നിയ വീഡിയോ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. പക്ഷേ ഇവൻ അതിനൊന്നും മറുപടി കൊടുക്കത്തില്ല. ഇവന് മറുപടി കൊടുക്കാൻ സമയമില്ല. പക്ഷേ ഇന്നിപ്പം നടക്കുന്ന പ്രശ്നമാണെങ്കിൽ നാളെ അവൻ അത് ക്യാപ്ഷൻ ഇട്ട് വരും. എൻ്റെ അമ്മായിമ്മ പെറ്റു, എൻ്റെ അമ്മായിമ്മ പെറ്റപ്പോൾ ഉണ്ടായ പശുക്കുട്ടി, അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് പറയാനല്ല വേണ്ടത് പറയുന്നത്. ഇവൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഈ അവസ്ഥ വരുവാണെങ്കിൽ ഇവൻ ഇതുപോലെ ക്യാപ്ഷൻ ഇട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇവൻ ഉണ്ടാകുന്നത് നമ്മൾ ക്യാപ്ഷൻ ഇട്ട് ചെയ്യണം. അപ്പോഴേ ഉള്ളൂ അവൻ ഇതിൻ്റെ സുഖം അറിയത്തുള്ളൂ. അപ്പം ജയറാമേട്ടൻ്റെ ആ വീഡിയോയ്ക്കകത്ത് അത്രയും ഇതായി എല്ലാവരും അറിഞ്ഞു, ഓൺലൈൻ ചാനലുകാരും അത് വാരി നശിപ്പിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ പോലും ഇവൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ചെറ്റത്തര, അതായത് ഇപ്പം നമ്മൾ അതിനകത്ത് ക്ലിക്ക് അടിക്കുമ്പം തന്നെ എഴുതിയിരിക്കുന്നത് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ടോ ബ്രാ ഇട്ടാൽ, ബാക്കി ഞാൻ പറയുന്നില്ല, എന്നുള്ള രീതിയിലാണ് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇടാത്തത്? അപ്പം ആൾക്കാർ കാണുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളത് പോയി ഓപ്പൺ ചെയ്യും, കാണാൻ തുടങ്ങും. കണ്ടു കഴിയുമ്പോൾ കുറച്ച് ഇവന് പിന്നെ പറയും, പിന്നെ വേറെ ഏതൊരു അത് നമുക്കറിയത്തില്ല, അവരുടെയും ഇതുപോലെ വീഡിയോ തന്നെ ഇട്ടിരിക്കും. അതിൻ്റെ അകത്ത് വീഡിയോ ഇട്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വൾഗറായിട്ടുള്ള ആ രീതിയിലെ വീഡിയോ ഇട്ടിട്ട് ഇവൻ അതിന് ഭയങ്കര ന്യായം പറിച്ചില്ല. ഇവൻ നല്ല പിള്ളയാണ്, ഇവൻ കാരണം ആൾക്കാർ നന്നാവും, ഇവൻ റിയാക്ട് ചെയ്യുന്ന കാരണം ഒരുപാട് ആൾക്കാർ നന്നാവുന്നുണ്ട്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? നീ നല്ലവനാണെങ്കിൽ നീ റോട്ടിൽ ഇറങ്ങി മറ്റുള്ളവർ റിയാക്ട് ചെയ്ത് കാണിര്, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് റിയാക്ട് ചെയ്യും. നീ യൂട്യൂബിൽ കയറി ഇരുന്നിട്ട് അളിയനങ്ങ് തള്ളുക. എന്നിട്ട് നിൻ്റെ ക്യാപ്ഷൻ ഞാനിതിനൊന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ മഹാവൃത്തിയേടായി പോകും. പിന്നെ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകത്തില്ല. എടാ ഈ ചെറ്റത്തരം കാണിക്കാതെ നല്ല വല്ലോ പണിയോ കിണിയോ ഉണ്ടെങ്കിൽ ജോലിക്ക് പോയാലും ജീവിക്കാൻ നോക്കടാ. ആ റൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കാതെ നാണമില്ലാതെ നാറി. നിനക്ക് നാണമുണ്ടോ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടാ? ഇവനെതിരെ കേസ് ജയറാമേട്ടൻ കൊടുക്കണം. കാരണം ഇപ്പം കണ്ടില്ല എത്ര പേര് ആ വീഡിയോ ക്ലിക്ക് അടിക്കുന്നവർ ഇവൻ്റെ